പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആക്സസിങ് എലമെൻറ്റ്സ് ഓഫ് അറേ എന്ന് പറയുന്ന ഭാഗമാണ്. ആക്സസിങ് അറേ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാലും ആക്സസിങ് എലമെൻറ്റ്സ് ഓഫ് അറേ എന്ന് പറഞ്ഞാലും സെയിം മീനിങ് തന്നെയാണ്. ഈ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് നമുക്കിനി കുറച്ചും കൂടെ ആ പ്രോഗ്രാമിലേക്ക് പോകുന്നതിന് മുന്നേ അറേ ഉപയോഗിച്ചിട്ട് പ്രോഗ്രാം എഴുതുന്നതിന് മുന്നേ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ബേസിക്കായിട്ട് പഠിക്കാനുണ്ട്. അതും കൂടെ അങ്ങ് പഠിച്ചാൽ നമുക്ക് ആ അറേയിലുള്ള ഒരു കൺഫ്യൂഷൻ ഇല്ലാണ്ട് നമുക്ക് പ്രോഗ്രാം കോഡ് എഴുതാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പ്രോഗ്രാം കോഡ് കാണുമ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇന്ന പർപ്പസിനാണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മൾ ആ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഒന്നും കൂടെ ഡിസ്കസ് ചെയ്യാണ്. അവിടെ മുതലാണ് നമുക്ക് തുടങ്ങാനുള്ളത്. അപ്പോൾ നമ്മളിവിടെ ഈ ബോർഡിൽ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ഇതൊരു അറേ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ മാർക്ക് എന്നുള്ള ഒരു അറേ നമ്മൾ ഡിക്ലെയർ ചെയ്തു. എത്ര ലൊക്കേഷനുള്ള സൈസുള്ള 6 ലൊക്കേഷനുള്ള ഏത് ടൈപ്പിലുള്ള ഇൻറ്റിജർ ടൈപ്പിലുള്ള. അതിനുശേഷം ആ 6 ലൊക്കേഷനിലേക്ക് ഞാൻ വാല്യൂ സെറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ മാർക്ക് ഓഫ് 0 = 40. ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? മാർക്ക് എന്ന് പറയുന്ന അറേയിലെ 1ാമത്തെ ലൊക്കേഷനിലേക്ക് ഏത് വാല്യൂ സെറ്റ് ചെയ്തു? 40 എന്നുള്ള വാല്യൂ സെറ്റ് ചെയ്തു. 2ാമത്തെ ലൊക്കേഷനിലേക്ക് എന്ന് പറയുമ്പോൾ മാർക്ക് ഓഫ് 1 = 30 എന്ന് പറയുമ്പോൾ എന്താ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? മാർക്ക് എന്ന് പറയുന്ന അറേയിലെ 2ാമത്തെ ലൊക്കേഷനിലേക്ക് ഏത് വാല്യൂ സെറ്റ് ചെയ്തു? 30 എന്നുള്ള വാല്യൂ സ്റ്റോർ ചെയ്തു. അങ്ങനെ നമ്മൾ ആ 6 ലൊക്കേഷനിലേക്കും നമ്മൾ വാല്യൂ സെറ്റ് ചെയ്യുന്ന ഒരു കോഡിന് എക്സാമ്പിളാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. ഇനി വേറൊരു കൺസെപ്റ്റിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ ആ കൺസെപ്റ്റിലേക്ക് അറേ ഉപയോഗിച്ചിട്ട് നമുക്ക് വേറെ രീതിയിൽ നമുക്ക് വാല്യൂ ഇൻപുട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ഞാൻ ഒരു വേരിയബിളിലേക്ക് ഞാൻ വീണ്ടും വരിക. ഈ വേരിയബിൾ 2 സ്റ്റേറ്റ്മെൻറ്റ് തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത്? ഓക്കെ, A = 10. രണ്ടാമത്തത് ഇൻപുട്ട് ഓപ്പറേറ്റർ A. ഈ 2 സ്റ്റേറ്റ്മെൻറ്റുകൾ തമ്മിലുള്ള ഒന്നാമത്തെ വ്യത്യാസം ഇത് അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഇതോ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ? ഈ അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റും ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റും എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്താ വ്യത്യാസമുള്ളത് എന്ന് പറയുമ്പോൾ എന്താ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ 10 എന്നുള്ള വാല്യൂ ഏത് വേരിയബിളിൽ സ്റ്റോറായി? A എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോറായി. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാം എന്ത്? A എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിൽ അല്ലെങ്കിൽ A എന്ന് പറയുന്ന വേരിയബിളിൽ ഏതാണ് വാല്യൂ ഉണ്ടാവുക? 10 എന്നുള്ള വാല്യൂ ആണ് ഉണ്ടാവും. പക്ഷേ ഇതിന് 2ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയേ, ഇത് ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? യൂസർക്ക് കീബോർഡ് ഉപയോഗിച്ച് ഒരു വാല്യൂ ഇൻപുട്ട് ചെയ്യാം റൺ ടൈമിൽ. അത് യൂസർക്ക് ഇഷ്ടമുള്ള വാല്യൂ ഇൻപുട്ട് ചെയ്യാം. ആ വേരിയബിൾ സപ്പോർട്ട് ചെയ്യുന്ന ഡാറ്റ ടൈപ്പിൽ വരുന്ന ഏത് വാല്യൂവും കീബോർഡ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം? ഇൻപുട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഏത് വാല്യൂ ആണ് വരുന്നത് എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ആ യൂസർക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കുക. ഇതോ ഇവിടെ 10 എന്നുള്ള വാല്യൂ മാത്രമേ A എന്നുള്ള വേരിയബിൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ നോക്കിയേ, ഈ ഒരു കൺസെപ്റ്റിലല്ലേ നമ്മൾ ഇത് എഴുതിയിട്ടുള്ളത് അല്ലേ? എന്ന് പറയുമ്പോൾ എന്താ, ഈ 1ാമത്തെ ലൊക്കേഷനിലേക്ക് നമ്മൾ നേരിട്ട് 40 എന്നുള്ള വാല്യൂ കൊടുത്തു. 2ാമത്തെ ലൊക്കേഷനിലേക്ക് നേരിട്ട് 30 എന്നുള്ള വാല്യൂ കൊടുത്തു. അങ്ങനെ ഓരോ ലൊക്കേഷനിലേക്കും നമ്മൾ വേറെ വേറെ വാല്യൂ സെറ്റ് ചെയ്യാണ്. ഇത് അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അറേ ഉപയോഗിച്ച് ആ അറേയിലുള്ള ഓരോ ലൊക്കേഷനിലേക്കും നമ്മൾ നേരിട്ട് വാല്യൂ സെറ്റ് ചെയ്യാണ്. ഇനി നമ്മൾ ഈ വേരിയബിൾ ഉപയോഗിച്ച് ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയില്ലേ, അതേപോലെ നമുക്ക് എന്തെഴുതാം? അറേ ഉപയോഗിച്ചിട്ടും ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് എഴുതാം. എന്ന് പറയുമ്പോൾ എന്താ, റൺ ടൈമിൽ കീബോർഡ് ഉപയോഗിച്ച് ഒരു പെർട്ടിക്കുലർ അറേയിലെ ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിലേക്ക് നമുക്ക് വാല്യൂ ഇൻപുട്ട് ചെയ്യാം. അതിനല്ലേ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുക. ആ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് വേരിയബിൾ ഉപയോഗിച്ച് എഴുതിയ എക്സാമ്പിളാണ് ഇപ്പോൾ ഇത് വേരിയബിൾ ഉപയോഗിച്ച് എഴുതിയ അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് അറിയാമല്ലോ. ഈ വേരിയബിൾ ഉപയോഗിച്ച് എഴുതിയ അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് പോലെയാണ് ഇപ്പോൾ നമ്മളിത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? അറേയിലെ ഓരോ ലൊക്കേഷനിലേക്കും നമ്മൾ സെപ്പറേറ്റ് വാല്യൂ നേരിട്ട് അസൈൻ ചെയ്തിരിക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യണം? കീബോർഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഒരു റൺ ടൈമിൽ ഒരു വാല്യൂ ഒരു അറേയുടെ പെർട്ടിക്കുലർ ലൊക്കേഷനിലേക്ക് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ളത് നമ്മളിനി എഴുതാൻ പോവുകയാണ്. അതേപോലെ തന്നെ അപ്പോൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ആദ്യം നേരത്തെ പോലെ തന്നെ എന്നുള്ള ഓബ്ജക്റ്റ്, കീബോർഡിൻ്റെ ഓബ്ജക്റ്റ് നെയിം കൊടുക്കുക, എന്നിട്ട് ഇൻപുട്ട് ഓപ്പറേറ്റർ കൊടുക്കുക, എന്നിട്ട് അറേയുടെ പേര് കൊടുക്കുക, എന്നിട്ട് ലൊക്കേഷൻ, ഏത് ലൊക്കേഷനിലേക്കാണോ വാല്യൂ ഇൻപുട്ട് ചെയ്യേണ്ടത് ആ ലൊക്കേഷൻ കൊടുക്കുക.
ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? കീബോർഡിലൂടെ യൂസർക്ക് ഒരു വാല്യൂ ഇൻപുട്ട് ചെയ്യാം. ആ ഇൻപുട്ട് ചെയ്ത വാല്യൂ എവിടെ സ്റ്റോർ ആവും? മാർക്ക് എന്ന് പറയുന്ന അറയിലെ ഒന്നാമത്തെ ലൊക്കേഷനിൽ. എന്ന് പറയുമ്പോൾ എന്താ? ഇവിടെ 0 എന്നല്ല ഇൻഡെക്സ് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ഒന്നാമത്തെ ലൊക്കേഷനിൽ സ്റ്റോർ ആവും. ഇങ്ങനെ ഓരോ ലൊക്കേഷനും നമുക്ക് കൊടുക്കാൻ പറ്റും. യൂസർക്ക് വാല്യൂസ് കൊടുക്കാം. ഇത് അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിന് എക്സാമ്പിളാണ്. ഇതോ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റിന് എക്സാമ്പിളാണ്. ഇനി ഇവിടെ നമുക്ക് വേറൊരു കൺസെപ്റ്റ് ആണ് ഇവിടെ പറയാൻ പോണത്. ഇത് ഏത് സ്റ്റേറ്റ്മെൻറ്റിന് എക്സാമ്പിളാണ്? ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എ എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിൽ അല്ലെങ്കിൽ എ എന്ന് പറയുന്ന വേരിയബിളിൽ എന്താണോ ഡാറ്റ ഉള്ളത്, എന്താണോ വാല്യൂ ഉള്ളത്, അത് കമ്പ്യൂട്ടറിൻ്റെ മോണിറ്ററിൽ അല്ലെങ്കിൽ ഔട്ട്പുട്ട് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യും. അതല്ലേ? അത് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റാണ്. ഈ കൺസെപ്റ്റ് നമുക്ക് എവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം? അര ഉപയോഗിച്ചിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. എന്ന് പറയുമ്പോൾ സി ഔട്ട്, ഔട്ട്പുട്ട് ഓപ്പറേറ്റർ, അരയുടെ പേര്, പിന്നെ ലൊക്കേഷൻ. എന്താ സംഭവിക്കുക? ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ മാർക്ക് എന്ന് പറയുന്ന അരയിലെ മൂന്നാമത്തെ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താ? ഇൻഡെക്സ് 0, 1, 2 മൂന്നാമത്തെ ലൊക്കേഷനിൽ മാർക്ക് എന്ന് പറയുന്ന അരയിലെ മൂന്നാമത്തെ ലൊക്കേഷനിൽ എന്താണോ ഡാറ്റ ഉള്ളത് ആ ഡാറ്റ ഡിസ്പ്ലേ ചെയ്യും ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ. ഇനി വേറൊരു എക്സാമ്പിൾ. സം ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി. എന്താ മീനിങ്? എയിലുള്ള വാല്യൂവും ബിയിലുള്ള വാല്യൂവും സിയിലുള്ള വാല്യൂവും കൂടെ ആഡ് ചെയ്തിട്ട് എവിടെ സ്റ്റോർ ചെയ്തു? സമ്മിൽ സ്റ്റോർ ചെയ്തു. ഇതന്നെ നമുക്ക് അറയിൽ അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് സം ഇസ് ഈക്വൽ ടു മാർക്ക് ഓഫ് 0 പ്ലസ് മാർക്ക് ഓഫ് 1 പ്ലസ് മാർക്ക് ഓഫ് 2. എന്ത് സംഭവിക്കുക? മാർക്ക് എന്ന് പറയുന്ന അരയിലെ ഒന്നാമത്തെ ലൊക്കേഷനിലുള്ള വാല്യൂ, മാർക്ക് എന്ന് പറയുന്ന അരയിലെ രണ്ടാമത്തെ ലൊക്കേഷനിലുള്ള വാല്യൂ, മാർക്ക് എന്ന് പറയുന്ന അരയിലെ മൂന്നാമത്തെ ലൊക്കേഷനിലുള്ള വാല്യൂ, ഈ 3 വാല്യൂം കൂടെ ആഡ് ചെയ്തിട്ട് ആ റിസൾട്ട് എവിടെ സ്റ്റോർ ചെയ്തു? സം എന്നുള്ള വേരിയബിളിൽ സ്റ്റോർ ചെയ്തു. ഇനി വേറൊരു കൺസെപ്റ്റ്. വേരിയബിൾ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഏത് C++ എക്സ്പ്രഷനും അല്ലെങ്കിൽ ഏത് C++ സ്റ്റേറ്റ്മെൻറ്റും ഏത് ഉപയോഗിച്ചിട്ടും ഇംപ്ലിമെൻറ്റ് ചെയ്യുക, ആരെ ഉപയോഗിച്ചിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞത്. ഈ കാര്യങ്ങളൊക്കെ നമുക്കിനി പ്രോഗ്രാം കോഡ് എഴുതുമ്പോൾ ആവശ്യം ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇത് ഇതേതാ? ഇൻപുട്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ? ഒരു പെർട്ടിക്കുലർ റൺ ടൈമിൽ ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിലേക്ക്, അരയുടെ ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിലേക്ക് കീബോർഡ് ഉപയോഗിച്ചിട്ട് വാല്യൂസ് ഇൻപുട്ട് ചെയ്യാം. ഇനി ഇതോ അരയിലുള്ള ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിലുള്ള വാല്യൂ ഡിസ്പ്ലേ ചെയ്യാം. ഇതോ അരയിലുള്ള പെർട്ടിക്കുലർ ലൊക്കേഷൻസിലുള്ള വാല്യൂസിനൊക്കെ ചെയ്തിട്ട് എന്ത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാ. ഒന്നാമത്തെ ലൊക്കേഷനിലുള്ള വാല്യൂ, രണ്ടാമത്തെ ലൊക്കേഷനിലുള്ള വാല്യൂ, മൂന്നാമത്തെ ലൊക്കേഷനിലുള്ള വാല്യൂ, ഈ വാല്യൂസൊക്കെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ ആ സമ്മ് ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്തു. ഇനി ഇത് നോക്കി, ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അവിടെ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? ബിയിൽ എന്താണോ വാല്യൂ ഉള്ളത് ആ വാല്യൂവിനോട് കൂടി 3 ആഡ് ചെയ്തിട്ട് എവിടെ സ്റ്റോർ ചെയ്യുക? എയിൽ സ്റ്റോർ ചെയ്യുക. ഇത് നമുക്ക് അരയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അരയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഒരു എക്സാമ്പിൾ എഴുതുന്നത് നോക്കിയേ. മാർക്ക് ഓഫ് 0 ഇസ് ഈക്വൽ ടു മാർക്ക് ഓഫ് 1 പ്ലസ് 10. എന്താ മീനിങ്? മാർക്ക് ഓഫ് 1ൽ എന്താണോ വാല്യൂ ഉള്ളത് ആ വാല്യൂവിനോട് കൂടി 10 ആഡ് ചെയ്ത്. ഇപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ മാർക്ക് ഓഫ് 1ൽ 30 അല്ലേ, ഇവിടെ 30 എന്നാണ് വരിക. ഈ 30 എന്നുള്ള വാല്യൂ, മാർക്ക് ഓഫ് 1ലെ വാല്യൂ 30 ആണ്. ആ 30 എന്നുള്ള വാല്യൂവും ഏതും കൂടെ 10ഉം കൂടെ ആഡ് ചെയ്തപ്പോൾ എത്രയായി? 40 ആയി. ആ 40 എന്നുള്ള വാല്യൂ എവിടെ സ്റ്റോർ ചെയ്തു? മാർക്ക് ഓഫ് 0ൽ സ്റ്റോർ ചെയ്തു. ഇതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അര ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഇപ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയ ഭാഗത്തുനിന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്.
അപ്പോൾ ഇവിടെ ഞാൻ രണ്ട് എക്സാമ്പിൾ, രണ്ട് അരയുടെ എക്സാമ്പിൾ, മാർക്ക് എന്നുള്ള ഒരു അരയുണ്ട്, സ്കോർ എന്നുള്ള ഒരു അരയുണ്ട്. ഈ രണ്ട് അരയും തമ്മിലുള്ള സിമിലാരിറ്റി, രണ്ട് അരയും ഇൻറ്റിജർ ടൈപ്പാണ്. വ്യത്യാസം എന്താ? ഇതിൽ 6 ലൊക്കേഷനുള്ളൂ, പക്ഷേ ഇവിടെയോ 500 ലൊക്കേഷൻ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ 500 മാർക്ക് സ്റ്റോർ ചെയ്യാം, ഇവിടെയോ 6 മാർക്ക് സ്റ്റോർ ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ അര ഡിക്ലെയർ ചെയ്ത ശേഷം നമ്മൾ ഈ അരയിലേക്ക് എന്ത് ചെയ്യണം എന്ന് പറയും? വാല്യൂസ് ഇൻപുട്ട് ചെയ്യണം. അടുത്ത ടാസ്ക്കാണ്. അപ്പോൾ വാല്യൂസ് ഇൻപുട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചിട്ട് ഇൻപുട്ട് ചെയ്യാം, അല്ലെങ്കിലോ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചിട്ട് ഇൻപുട്ട് ചെയ്യാം. അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചിട്ട് ഇൻപുട്ട് ചെയ്യുമ്പോൾ എക്സാമ്പിൾ എങ്ങനെയാണ്? ഒരു എക്സാമ്പിൾ, മാർക്ക് ഓഫ് 0 = 30. ഇനി ഇത് ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് ആകുമ്പോഴോ സി ഇൻ ഇൻപുട്ട് ഓപ്പറേറ്റർ മാർക്ക് ഓഫ് 0. ഇത് അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചിട്ട് ഇൻപുട്ട് ചെയ്തതാണ്, ഇതോ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചിട്ട് ഇൻപുട്ട് ചെയ്തതാണ്. അപ്പോൾ ഏറ്റവും നല്ലത് ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് ഏറ്റവും സ്യൂട്ടബിൾ? ഈ സ്റ്റേറ്റ്മെൻറ്റാണ് ഏറ്റവും സ്യൂട്ടബിൾ. കാരണം എന്താ? യൂസർക്ക് ഇഷ്ടമുള്ള മാർക്ക് എന്ത് ചെയ്യുക? ഈ അരയിലേക്ക് കൊടുക്കാം റൺ ടൈമിൽ. ഇവിടെ ഏത് വാല്യൂ ഉണ്ടാവുള്ളൂ? ഇവിടെ 30 എന്നുള്ള വാല്യൂ ആ മാർക്ക് എന്നുള്ള മാർക്കിൽ ഒന്നാമത്തെ ലൊക്കേഷനിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കിങ്ങനെ കോഡ് ഇങ്ങനെ, അപ്പോൾ ഈ അരയിൽ നമ്മളിങ്ങനെ കോഡ് എഴുതി, അത് ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചിട്ടോ നമ്മൾ ഒന്നാമത്തെ അരയിലേക്ക് കൊടുത്തു, രണ്ടാമത്തെ ലൊക്കേഷനിലേക്ക് കൊടുത്തു, മൂന്നാമത്തെ ലൊക്കേഷൻ, നാലാമത്തെ ലൊക്കേഷൻ, അഞ്ചാമത്തെ ലൊക്കേഷൻ, ആറാമത്തെ ലൊക്കേഷൻ, ഇങ്ങനെ കോഡ് കൊടുത്തു, വാല്യൂസ് ഇൻപുട്ട് ചെയ്തു. ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ ഇവിടെ നിന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻ ആലോചിച്ച് നോക്കി. എത്ര സ്റ്റേറ്റ്മെൻറ്റ് വേണ്ടി വരും? അത് അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആണെങ്കിലും ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് ആണെങ്കിലും എത്ര സ്റ്റേറ്റ്മെൻറ്റ് വേണ്ടി വരും? 500 സ്റ്റേറ്റ്മെൻറ്റ് വേണ്ടി വരും. അതെന്താ? ഇവിടെ 500 ലൊക്കേഷൻ ഇല്ലേ? ഈ 500 ലൊക്കേഷനിലേക്കും ഡാറ്റ എൻ്റർ ചെയ്യണ്ടേ? അത് ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇൻപുട്ട് ചെയ്യണമെങ്കിലും അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇൻപുട്ട് ചെയ്യുന്നതെങ്കിലും എത്ര സ്റ്റേറ്റ്മെൻറ്റ് വേണ്ടി വരും? 500ഓളം സ്റ്റേറ്റ്മെൻറ്റ് വേണ്ടി വരും. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ആ പ്രോഗ്രാം ഒരു കോംപ്ലിക്കേറ്റഡ് പ്രോഗ്രാമായി മാറൂലേ? ഇവിടെയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എണ്ണം കുറക്കണം. ഒരു പ്രോഗ്രാമിൽ 500 സ്റ്റേറ്റ്മെൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ അതൊരു യൂസർ ഫ്രണ്ട്ലി അല്ല. അതൊരു ചെറിയൊരു പ്രോഗ്രാമാണ്. ഇപ്പോൾ അത് പറയുമ്പോൾ 500 സ്റ്റുഡൻറ്റിൻ്റെ മാർക്ക് അക്സെപ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ സമ്മും ആവറേജും കാണേണ്ട ഒരു പ്രോഗ്രാമാണെങ്കിൽ അത് വലിയൊരു പ്രോഗ്രാമൊന്നുമല്ല ഇപ്പോൾ ഇത്. പക്ഷേ അതിൽ തന്നെ ഇപ്പോൾ ഈ മാർക്ക് സ്റ്റോർ ചെയ്യാൻ തന്നെ എത്ര സ്റ്റേറ്റ്മെൻറ്റ്? 500 സ്റ്റേറ്റ്മെൻറ്റ് വേണം. സെപ്പറേറ്റ് ഒന്നാമത്തെ സ്റ്റുഡൻറ്റിൻ്റെ മാർക്ക് കൊടുക്കുക, രണ്ടാമത്തെ സ്റ്റുഡൻറ്റിൻ്റെ മാർക്ക് ചെയ്യാൻ ഒരു വേറെ സ്റ്റേറ്റ്മെൻറ്റ്, മൂന്നാമത്തെ സ്കോർ ഇൻപുട്ട് ചെയ്യാൻ വേറെ സ്റ്റേറ്റ്മെൻറ്റ്, അങ്ങനെ 500 സ്കോറും ഇൻപുട്ട് ചെയ്യാൻ സെപ്പറേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ എഴുതേണ്ടി വരും, താഴെ എഴുതേണ്ടി വരും. അപ്പോൾ ഈ പ്രോഗ്രാം ഒരു കോംപ്ലിക്കേറ്റഡ് പ്രോഗ്രാമായി മാറും, കൺഫ്യൂഷൻ ഉണ്ടാക്കും. അപ്പോൾ ഇവിടെയാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? ഫോർ ലൂപ്പിൻ്റെ സഹായത്തോടു കൂടി നമ്മളിവിടെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എണ്ണം കുറക്കുകയാണ്. അതാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോണേ. അത് നമ്മൾ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോണേ. ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് ഫോർ ലൂപ്പിൻ്റെ സഹായത്തോടു കൂടി ഒരു അരയിലേക്ക് നമുക്ക് ഡാറ്റാസ്, വാല്യൂസ് എങ്ങനെ ഇൻപുട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ എക്സാമ്പിൾ ഇപ്പോൾ പറയണില്ല. ഇതിലേക്ക് നമ്മൾ ഈ മാർക്ക് എന്നുള്ള ഈ അര ഉണ്ടല്ലോ, ഈ അരയിലേക്ക് നമ്മൾക്ക് ഫോർ ലൂപ്പിൻ്റെ ഇപ്പോൾ നമ്മളിവിടെ 5-6 സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ എഴുതാൻ വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് ഒന്നാമത്തെ ലൊക്കേഷനിലേക്ക് വാല്യൂ ഇൻപുട്ട് ചെയ്തു, രണ്ടാമത്തെ ലൊക്കേഷനിലേക്ക് വാല്യൂ ഇൻപുട്ട് ചെയ്തു, മൂന്നാമത്തെ ലൊക്കേഷൻ, നാലാമത്തെ ലൊക്കേഷൻ, അഞ്ചാമത്തെ ലൊക്കേഷൻ, ആറാമത്തെ ലൊക്കേഷനിലേക്ക് വാല്യൂ ഇൻപുട്ട് ചെയ്യാണ്. അങ്ങനെ 6 സ്റ്റേറ്റ്മെൻറ്റിന് പകരം ഫോർ ലൂപ്പിൻ്റെ സഹായത്തോടു കൂടി എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സ്റ്റേറ്റ്മെൻറ്റ് റീറൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിനി പഠിക്കാൻ പോണേ. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് അത് നമ്മൾ അര ഡിക്ലെയർ ചെയ്യാണ്. അര ഡിക്ലെയർ ചെയ്യുമ്പോൾ സംഭവിക്കുക എന്താ? കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിൽ നമുക്കൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷൻ അലോക്കേറ്റ് ചെയ്ത് കിട്ടുകയാണ്. അപ്പോൾ ഓരോ ലൊക്കേഷനിലും ഓരോ ഇൻഡെക്സ് ഉണ്ട്. ഒന്നാമത്തെ ലൊക്കേഷൻ ഇൻഡെക്സ്, രണ്ടാമത്തെ ലൊക്കേഷൻ 3, 4, 5, ആറാമത്തെ ലൊക്കേഷൻ. ഇനി നമ്മൾ ഈ ലൊക്കേഷനിലേക്ക് ഓരോ ലൊക്കേഷനിലേക്കും നമ്മൾ വാല്യൂസ് കൊടുക്കുകയാണ്. അപ്പോൾ വാല്യൂസ് കൊടുക്കണമെങ്കിലും വാല്യൂസ് റിട്രീവ് ചെയ്യണമെങ്കിലും എന്ത് വേണം? അരയുടെ പേരും ഇൻഡെക്സും വേണ്ടേ? അപ്പോൾ ഒന്നാമത്തെ ലൊക്കേഷൻ്റെ ഇൻഡെക്സ് എന്താ? 0. ലാസ്റ്റ് ലൊക്കേഷൻ ഇൻഡെക്സ് എന്താ വരിക? അര സൈസ് 6 ആയതുകൊണ്ട് 5 അല്ലേ വരിക? ആ ഒരു കൺസെപ്റ്റ് നമ്മളുണ്ടായിരിക്കണം. ഒന്നാമത്തെ ലൊക്കേഷൻ്റെ ഇൻഡെക്സ് 0യും, ഈ അരയുടെ കേസ് പറയട്ടോ, ഒന്നാമത്തെ ലൊക്കേഷൻ്റെ ഇൻഡെക്സ് 0യും ലാസ്റ്റ് ലൊക്കേഷൻ്റെ ഇൻഡെക്സ് 5 ആണ്. പക്ഷെ ഇവിടെ ആകുമ്പോഴോ ഒന്നാമത്തെ ലൊക്കേഷനിൽ വ്യത്യാസമില്ല. ഒന്നാമത്തെ ലൊക്കേഷൻ്റെ ഇൻഡെക്സ് 0, ലാസ്റ്റ് ലൊക്കേഷൻ്റെ ഇൻഡെക്സോ 499. ഇനി നമ്മൾ ഫോർ ലൂപ്പിൻ്റെ സഹായത്തോടു കൂടി ഈ
മാർക്ക് എന്ന് പറയുന്ന അറയിലേക്ക് നമ്മൾ വാല്യൂസ് ഇൻപുട്ട് ചെയ്യാൻ പോവാണ്. അത് ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിനുള്ള കോഡാണ് എഴുതാൻ പോകുന്നത്. ഫോർ I is equal to 0, I less than or is equal to 5, I plus plus. C in input operator mark of I. അതാണ് കോഡ്. ഈ കോഡ് ഉപയോഗിച്ച് നമുക്ക് ഈ മാർക്ക് എന്ന് പറയുന്ന അറയിലെ 6 ലൊക്കേഷനിലേക്ക് നമുക്ക് വാല്യൂസ് ഇൻപുട്ട് ചെയ്യാം റൺ ടൈമിൽ കീബോർഡ് ഉപയോഗിച്ച്. ഇവിടെ I is equal to 0 എന്ന് കൊടുക്കാനുള്ളൊരു കാരണമുണ്ട്. I less than or is equal to 5 എന്ന് കൊടുക്കാനുള്ളൊരു കാരണമുണ്ട്. I പ്ലസ് പ്ലസ് എന്നുള്ള കൊടുക്കാനുള്ള ഈ I പ്ലസ് പ്ലസ് എന്ന് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഐയുടെ വാല്യൂ ഒന്ന് അപ്ഡേറ്റ് ചെയ്യും. 0 ആണെങ്കിൽ 1 ആകും, 1 ആണെങ്കിൽ 2 ആകും, 2 ആണെങ്കിൽ 3 ആകും, അങ്ങനെയല്ലേ? അപ്പോൾ നോക്കിയേ, ഈ ഐയുടെ വാല്യൂ 0 ഇനീഷ്യലൈസേഷൻ 0 കൊടുക്കാനുള്ള കാരണമുണ്ട്. ടെക്സ്റ്റ് എക്സ്പ്രഷൻ I less than or is equal to 5 എന്ന് കൊടുക്കാനുള്ള കാരണമുണ്ട്. ഈ 0 കൊടുക്കാനുള്ള കാരണം എന്താ? അവരുടെ ഒന്നാമത്തെ ലൊക്കേഷനിലേക്ക് വാല്യൂ കൊടുക്കണ്ടേ? ഒന്നാമത്തെ ലൊക്കേഷൻ ഇൻഡെക്സ് എന്താ? 0 ആണ്. അങ്ങനെ എത്ര ലൊക്കേഷൻ ഉണ്ട്? 6 ലൊക്കേഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ കണ്ടീഷൻ എപ്പോഴാണ് ഫാൾസ് ആവുക? അതിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ ട്രൂ ആവും, 1 ആകുമ്പോൾ ട്രൂ ആവും, 2 ആകുമ്പോൾ ട്രൂ ആവും, 3 ആകുമ്പോൾ ട്രൂ ആവും, 4 ആകുമ്പോൾ ട്രൂ ആവും, 5 ആകുമ്പോൾ ട്രൂ ആവും. 1 ആകുമ്പോൾ ട്രൂ ആവും, 0 ആകുമ്പോൾ ട്രൂ ആവും, 1 ആകുമ്പോൾ ട്രൂ ആവും, 2 ആകുമ്പോൾ, 3 ആകുമ്പോൾ, 4 ആകുമ്പോൾ, 5 ആകുമ്പോഴും ട്രൂ ആവും അല്ലേ? 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. ഇനി അപ്ഡേഷൻ നടക്കുമ്പോൾ 6 അല്ല ആവുക. അപ്പോൾ ഇവിടെ വരുമ്പോഴോ 6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ഫാൾസ് ആയില്ലേ? അപ്പോൾ എത്ര? ഇങ്ങനെ വരുമ്പോൾ ഈ 6 ലൊക്കേഷനും കിട്ടിയില്ലേ? അതിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ ഒന്നാമത്തെ ലൊക്കേഷൻ, അതിൻ്റെ വാല്യൂ 1 ആകുമ്പോൾ രണ്ടാമത്തെ ലൊക്കേഷൻ, അതിൻ്റെ വാല്യൂ 2 ആകുമ്പോൾ മൂന്നാമത്തെ ലൊക്കേഷൻ, 3 ആകുമ്പോൾ നാലാമത്തെ ലൊക്കേഷൻ, 4 ആകുമ്പോൾ അഞ്ചാമത്തെ ലൊക്കേഷൻ, 5 ആകുമ്പോൾ ആറാമത്തെ ലൊക്കേഷൻ. അപ്പോൾ ഓരോ ഇൻഡെക്സും കിട്ടിയില്ലേ? ഇനി നോക്കിയേ, പറയാൻ പോവുകയാണ്. ആദ്യം ഐയുടെ വാല്യൂ 0 ആവും. ഐയുടെ വാല്യൂ 0 ആയിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്തു. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്നവിടെ വരിക. ട്രൂ ആണ്. ട്രൂ ആകുമ്പോൾ നേരെ ബോഡി ഓഫ് ദി ലൂപ്പിൽ വരും. ഈ ബോഡി ഓഫ് ദി ലൂപ്പിൽ ആകെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉള്ള ഒരു ഇൻപുട്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ് സി ഇൻ ഇൻപുട്ട് ഓപ്പറേറ്റർ മാർക്ക് ഓഫ് ഐ. അപ്പോൾ ഈ ഐയുടെ ഇവിടെ എന്താ വരിക? 0 എന്നല്ലേ വരിക? അല്ല, ഐയുടെ വാല്യൂ 0 ആയിട്ടല്ലേ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ മാർക്ക് ഓഫ് 0 എന്നാ ഇവിടെ സി ഇൻ ഇൻപുട്ട് ഓപ്പറേറ്റർ മാർക്ക് ഓഫ് 0 എന്ന് പറയുമ്പോൾ എന്താ? യൂസർക്ക് കീബോർഡ് ഉപയോഗിച്ചിട്ട് ഒരു വാല്യൂ ഇൻപുട്ട് ചെയ്യാം. ആ ഇൻപുട്ട് ചെയ്ത വാല്യൂ എവിടെ വരും? ഈ അറയിലെ ഒന്നാമത്തെ ലൊക്കേഷനിൽ വരും. ഇനി ഐയുടെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യും. അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഐയുടെ വാല്യൂ എത്രയായി മാറി? I is equal to 1 ആയി മാറി. ഇനി കണ്ടീഷൻ ചെക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ എന്താ വരിക? 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ട്രൂ ആണ്. ട്രൂ ആകുമ്പോൾ നേരെ ഇവിടെ വരും, ബോഡി ഓഫ് ദി ലൂപ്പിൽ വരും. ബോഡി ഓഫ് ദി ലൂപ്പിൽ ആകെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉള്ളൂ, സി ഇൻ ഇൻപുട്ട് ഓപ്പറേറ്റർ. ഇവിടെ മാർക്ക് ഓഫ് 1 എന്നാണ് വരിക. നമ്മളിവിടെ ഐ എന്നല്ലേ എഴുതിയിട്ടുണ്ടായിരുന്നത് അല്ലേ? ഇവിടെ ആദ്യം മുന്നേ എഴുതിയ സ്റ്റേറ്റ്മെൻറ്റ് മാർക്ക് ഓഫ് ഐ എന്നാണ്. അപ്പോൾ ഈ ഐയുടെ വാല്യൂ ഇപ്പോൾ എത്ര ഉള്ളത്? 1 ആണ്. അപ്പോൾ മാർക്ക് ഓഫ് 1 രണ്ടാമത്തെ ലൊക്കേഷനായി. അപ്പോൾ യൂസർക്ക് കീബോർഡിലൂടെ ഒരു വാല്യൂ ഇൻപുട്ട് ചെയ്യാൻ പറ്റും. അതല്ല ഇൻപുട്ട് സ്റ്റേറ്റ്മെൻ്റ് അല്ലേ? ആ ഇൻപുട്ട് ചെയ്ത വാല്യൂ എവിടെ വരും? ഇവിടെ വരും. ഇനി ഐയുടെ വാല്യൂ 2 ആവും. 2 ആയിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്തു. ഇത് ഫോർ ലൂപ്പിൻ്റെ എക്സിക്യൂഷനൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടില്ലേ? കണ്ടീഷൻ ചെക്ക് ചെയ്തു. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ട്രൂ ആണ്. ട്രൂ ആകുമ്പോൾ നേരെ ബോഡി ഓഫ് ദി ലൂപ്പിൽ വരും. അപ്പോൾ ഇവിടെ എന്താ വരിക? മാർക്ക് ഓഫ് 2 എന്നല്ലേ? ഈ ലൊക്കേഷനിലേക്ക് വാല്യൂ കൊടുക്കാം. ഇനി ഐയുടെ വാല്യൂ 3 ആവും. 3 ആയിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്തു. ട്രൂ അല്ലേ? ട്രൂ ആകുമ്പോൾ നേരെ ഇവിടെ വരും. അപ്പോൾ ഇവിടെ എന്താ വരിക? മാർക്ക് ഓഫ് 3 എന്നാ. ഈ ലൊക്കേഷൻ യൂസർ കൊടുക്കുന്ന വാല്യൂ ഈ ലൊക്കേഷനിൽ വരും. ദെൻ ഐയുടെ വാല്യൂ 4 ആവും. 4 ആയിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്തു. 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ട്രൂ ആണ്. ട്രൂ ആകുമ്പോൾ നേരെ വീണ്ടും ബോഡി ഓഫ് ദി ലൂപ്പിൽ വരും. സി ഇൻ മാർക്ക് ഓഫ് ഐ എന്ന് വരുമ്പോൾ ഇവിടെ എന്താ വരിക? ഐയുടെ വാല്യൂ 4 അല്ലേ? 4. മാർക്ക് ഓഫ് 4 എന്ന് പറയുമ്പോൾ ഈ ലൊക്കേഷൻ യൂസർ കീബോർഡിലൂടെ കൊടുക്കുന്ന വാല്യൂ ഇവിടെ വരും. ഇനി ശ്രദ്ധിച്ചോ, ഐയുടെ വാല്യൂ 5 ആയി. 5 ആയിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്തു. 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ട്രൂ ആണ്. നേരെ ഇവിടെ വരും. സി ഇൻ ഇൻപുട്ട് ഓപ്പറേറ്റർ മാർക്ക് ഓഫ് 5 എന്ന് പറഞ്ഞാൽ എന്താ? 5ാമത്തെ ലൊക്കേഷൻ എന്നല്ലേ?
അപ്പോൾ യൂസർ കീബോർഡിലൂടെ കൊടുക്കുന്ന വാല്യൂ എവിടെ വരും? 5ാമത്തെ ലൊക്കേഷനിൽ വരും. ഇനി അതിൻ്റെ വാല്യൂ 6ആയി. 6 <= 5. 6 <= 5 ട്രൂ ആണോ ഫാൾസ് ആണോ? ഫാൾസ്. ഇങ്ങോട്ട് വരുമോ? ഇല്ല. അപ്പോൾ അതോടുകൂടി എത്ര ലൊക്കേഷനിൽ വാല്യൂ ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞു? ഈ 6 ലൊക്കേഷനിലും വാല്യൂ ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ സെപ്പറേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആയതുകൊണ്ട് ആവശ്യമില്ല. ഉണ്ടോ? ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയാൽ മതി. ഇനി നിങ്ങൾ ചോദിക്കുക, ഈ ഒരു അറയിലേക്കും തന്നെ ഈ സ്കോർ എന്ന് പറയുന്ന അറയിലേക്കും ഇതേപോലെ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി ഇനി കോഡിൻ്റെ എണ്ണം കൂട്ടേണ്ട ആവശ്യമില്ല. എന്തോന്നുള്ളതെന്നറിയോ? ഇവിടെ അങ്ങ് മാറ്റുക 499. എന്താ കാരണം? ലാസ്റ്റ് ലൊക്കേഷൻ്റെ ഇൻഡെക്സ് 499 വരിക. ഇനി ആരുടെ പേരങ്ങ് മാറ്റി കൊടുക്കുക. എന്താ? സ്കോർ. എത്ര സ്കോർ ഇൻപുട്ട് ചെയ്യുക? 500 സ്കോർ ഇൻപുട്ട് ചെയ്യാം. ഇവിടെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എണ്ണം അവിടെ കൂടിയിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ എന്താ? ഈ കണ്ടീഷനെ മാറ്റി കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ജസ്റ്റ് ഒരു കണ്ടീഷൻ മാറ്റി കൊടുക്കുക. ഈ അറയിലേക്ക് നമുക്ക് എന്ത് ചെയ്യുക? ഈ സ്കോർ എന്ന് പറയുന്ന അറയിലേക്ക് എത്ര വാല്യൂ ഇൻപുട്ട് ചെയ്യുക? 500 വാല്യൂ ഇൻപുട്ട് ചെയ്യാം. അതിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ, 1 ആകുമ്പോൾ, 2 ആകുമ്പോൾ, 3 ആകുമ്പോൾ, 4 ആകുമ്പോൾ, അങ്ങനെ ഓരോ ലൊക്കേഷൻ എത്ര വരെ? 499 ആകുമ്പോൾ അതുവരെയും ഈ വാല്യൂസ് ഇൻപുട്ട്. ഇവിടെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എണ്ണം കൂട്ടുന്നില്ല. ആകെ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എഴുതിയിട്ടുള്ളൂ. പക്ഷേ എന്ത് മാറ്റി കൊടുത്താൽ മതി? ഈ കണ്ടീഷൻ മാറ്റി കൊടുത്താൽ മതി. ഇതാണ് ഫോർ ലൂപ്പ് ഉപയോഗിച്ച് നമുക്ക് അരയിലേക്ക് വാല്യൂസ് ഇൻപുട്ട് ചെയ്യാന്ന് പറഞ്ഞത്. അപ്പോൾ കോഡിൻ്റെ എണ്ണം നമുക്ക് കുറക്കാം. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും? ആലോചിക്കുക. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഈ ബോഡി ഓഫ് ദി ലൂപ്പിൽ ആകെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉള്ളൂ. ഈ സ്റ്റേറ്റ്മെൻറ്റ് എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും? 500 തവണ എക്സിക്യൂട്ട് ചെയ്യും. അതിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ എക്സിക്യൂട്ട് ചെയ്യും. എത്ര വരെ? അത് 499 ആവുന്നത് വരെ. അപ്പോൾ 500 തവണ എക്സിക്യൂട്ട് ചെയ്യും. നേരത്തെ പറഞ്ഞ എക്സാമ്പിളോ 6 തവണ എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ 5 എന്നല്ല കൊടുത്തിട്ടുള്ളത്. I <= 5 എത്ര തവണ എക്സിക്യൂട്ട് ചെയ്യും? അവിടെ വാല്യൂ 0 ആകുമ്പോൾ, 1 ആകുമ്പോൾ, 2 ആകുമ്പോൾ, 3 ആകുമ്പോൾ, 4 ആകുമ്പോൾ, 5 ആകുമ്പോൾ, അങ്ങനെ 6 തവണ എക്സിക്യൂട്ട് ചെയ്യും. ഇവിടുത്തെ കേസിലോ ഇവിടെ 499 കൊടുത്താലോ 500 തവണ എക്സിക്യൂട്ട് ചെയ്യും ഈ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എണ്ണം കൂട്ടേണ്ട ആവശ്യമില്ല. അവിടെ ആ കണ്ടീഷൻ മാറ്റി കൊടുത്താൽ മതി. മറ്റേതാകുമ്പോഴോ നമ്മൾ ഓരോ ലൊക്കേഷനിലേക്കും ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി സെപ്പറേറ്റ് കോഡ് എഴുതേണ്ടി വരും. ക്ലിയർ അല്ലേ? അപ്പോൾ ഞാൻ ആ കോഡ് കഴിഞ്ഞ് ഇവിടെ ഒന്നും കൂടെ എഴുതുകയാണ്. നമ്മൾ ഈ പ്രോഗ്രാമിൻ്റെ ഉപയോഗിച്ച് മാർക്ക് എന്ന് പറയുന്ന അറയിലേക്ക് നമ്മൾ 6 മാർക്ക് ഇൻപുട്ട് ചെയ്യുന്ന ഫോർ ലൂപ്പിൻ്റെ സഹായത്തോടു കൂടി ഇൻപുട്ട് ചെയ്യുന്ന കോഡാണ് ഇപ്പോൾ എഴുതിയിട്ടുള്ളത്. അതിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ ഇൻപുട്ട് ചെയ്യും, അതിൻ്റെ വാല്യൂ 1 ആകുമ്പോൾ ഇൻപുട്ട് ചെയ്യും, 3 ആകുമ്പോൾ, 4 ആകുമ്പോൾ, 5 ആകുമ്പോൾ, അങ്ങനെ 6 ലൊക്കേഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? വാല്യൂസ് ഇൻപുട്ട് ചെയ്യാം. ഇനി നമ്മൾ ഈ ഇൻപുട്ട് ചെയ്ത വാല്യൂ നമ്മൾ ആ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിൽ നമ്മൾ ഇൻപുട്ട് ചെയ്തു. ആ ഇൻപുട്ട് ചെയ്ത വാല്യൂ എന്ത് ചെയ്യണം? നമുക്ക് ഡിസ്പ്ലേ ചെയ്യണം. കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിൽ നമുക്ക് റിട്രീവ് ചെയ്യണം. അതിനുള്ള കോഡ് എങ്ങനെയാണ്? ഇവിടെ ആ ഇൻപുട്ട് ചെയ്യുന്ന അതേ കൺസെപ്റ്റിൽ തന്നെയാണ്. ഒരു സ്റ്റേറ്റ്മെൻറ്റിലെ വ്യത്യാസമുള്ളൂ. വട്ടോടുത്ത് സീനിന് കൊടുക്കുന്നു, ഇൻപുട്ട് ഓപ്പറേറ്റർ കൊടുക്കുന്നു. ഇവിടെയോ സി ഔട്ട് എന്ന് കൊടുക്കുന്നു, ഔട്ട്പുട്ട് ഓപ്പറേറ്റർ കൊടുക്കുന്നു. വേറെ വ്യത്യാസമൊന്നുമില്ല. നോക്കിയേ, അതിൻ്റെ വാല്യൂ 0 ആയി. അതിൻ്റെ വാല്യൂ 0 ആയിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്തു. 0 <= 5 ട്രൂ ആണ്. ട്രൂ ആകുമ്പോൾ നേരെ ബോഡി ഓഫ് ദി ലൂപ്പിൽ വരും. ബോഡി ഓഫ് ദി ലൂപ്പിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ശ്രദ്ധിക്കുക. സി ഔട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ മാർക്ക് ഓഫ് ഐ. അപ്പോൾ ഇവിടെ എന്താ വരിക? മാർക്ക് ഓഫ് ഐ എന്നുള്ള ഭാഗത്ത് എന്താ വരിക? മാർക്ക് ഓഫ് 0 എന്നല്ല. അതിൻ്റെ വാല്യൂ 0 ആകുമ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത്. എന്താ സംഭവിക്കുക? സി ഔട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ മാർക്ക് ഓഫ് 0 എന്ന് പറഞ്ഞാൽ മാർക്ക് എന്ന് പറയുന്ന അറയിലെ ഒന്നാമത്തെ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ 0th ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ 0th ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ലൊക്കേഷൻ അല്ലേ? ആ ഒന്നാമത്തെ ലൊക്കേഷനിൽ എന്താണോ ഡാറ്റ ഉള്ളത് ആ ഡാറ്റ ഡിസ്പ്ലേ ചെയ്യും. ഇനി ഇത് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ വീണ്ടും 1 ആവും. 1 ആയിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്തു, ട്രൂ ആണ്. ട്രൂ ആകുമ്പോൾ നേരെ ഇവിടെ ബോഡി ഓഫ് ദി ലൂപ്പിൽ വരും. ബോഡി ഓഫ് ദി ലൂപ്പിൽ വരുമ്പോൾ ഇവിടെ എന്താ വരിക? അതിൻ്റെ വാല്യൂ 1 ആവും. പിന്നെ അതിൻ്റെ വാല്യൂ 2 ആവും. പിന്നെ അതിൻ്റെ വാല്യൂ 3 ആവും. പിന്നെ അതിൻ്റെ വാല്യൂ 4 ആവും. പിന്നെ അതിൻ്റെ വാല്യൂ 5 ആവും. അപ്പോഴൊക്കെ എന്താ സംഭവിക്കുക? ആ ലൊക്കേഷനിലുള്ള വാല്യൂ കമ്പ്യൂട്ടറിൻ്റെ മോഡിൽ ഇങ്ങനെ ഡിസ്പ്ലേ ഇല്ലേ? ഇനി അടുത്തത് അതിൻ്റെ വാല്യൂ 6 ആവും. 6 ആയിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്തു. കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഫാൾസ് ആണ്. പിന്നെ ലൂപ്പിലേക്ക് വരുമോ? ലൂപ്പിലേക്ക് വരില്ല, നേരെ പുറത്ത് വരും. അപ്പോൾ ഡിസ്പ്ലേ ചെയ്യിക്കാൻ അപ്പോൾ ആ കോഡൊന്ന് ശ്രദ്ധിക്കുക. ഇത് ഇൻപുട്ട് ചെയ്യാനുള്ള കോഡാണ്. ഇത് ആ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിലേക്ക് ഇൻപുട്ട് കമ്പ്യൂട്ടറിൻ്റെ ഒരു അര സ്റ്റോർ ചെയ്തു. ഒരു അര നമ്മൾ ഡിക്ലെയർ ചെയ്തു. ഡിക്ലെയർ ചെയ്ത ശേഷം ആ അരയിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? ഡാറ്റ ഇൻപുട്ട് ചെയ്യാനുള്ള കോഡാണിത്. ഫോർ ലൂപ്പിൻ്റെ സഹായത്തോടു കൂടി എഴുതിയത്. ഇതേതാ? ആ കമ്പ്യൂട്ടറിൻ്റെ അരയിലേക്ക്, നമ്മൾ ആ മെമ്മറിയിലേക്ക് അല്ലെങ്കിൽ അരയിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ള ഡാറ്റ
കമ്പ്യൂട്ടറിൻ്റെ മോണിറ്ററിൽ ഔട്ട്പുട്ട് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യിക്കാനാണ് ഈ കോഡ്. 2 ഫോർ ലൂപ്പിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ആ 2 സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് കൺസിഡർ ചെയ്യുക. ഒന്ന് ഇൻപുട്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ്, രണ്ടാമത്തതോ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഈ കാര്യങ്ങളാണ് നമുക്കിനി നമ്മുടെ പ്രോഗ്രാമിലൊക്കെ ആവശ്യം ഉണ്ടാവുക. ഈ ബേസിക് കൺസെപ്റ്റുകളാണ് നമുക്കിനി പ്രോഗ്രാം കോഡ് എഴുതുമ്പോൾ ആവശ്യം വരിക. പ്രോഗ്രാം കോഡിനെ കുറിച്ച് നമുക്ക് പിന്നെ പ്രോഗ്രാം ഏതാണെന്നുള്ളത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഓരോ 1 by 1 ആയിട്ട് നമുക്ക് ലാബിൽ ചെയ്യാനുണ്ട്. അത് ഇവിടെ എക്സാമ്പിളും പറയാനുണ്ട്. അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പക്ഷേ ഇവിടുത്തെ ഓരോ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ കൺസിഡർ ചെയ്യണം. എന്താണ് ഈ ഫോർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്, എന്താണ് ഈ ഫോർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ പഠിക്കണം. ഓരോ എക്സിക്യൂഷൻ ഐയുടെ വാല്യൂ 1 ആകുമ്പോൾ ഐയുടെ വാല്യൂ എന്തുകൊണ്ടാണ് ഇവിടെ 0 കൊടുക്കാനുള്ള കാര്യം, എന്താണ് 0 എന്ന് ഇതുവരെയൊക്കെ നമ്മൾ 1 എന്നൊക്കെയാണ് നമ്മൾ സാധാരണ തുടങ്ങുക. ഇവിടെ 0 എന്ന് തുടങ്ങാനുള്ള കാരണം എന്താ? കാരണം ഇൻഡെക്സ് തുടങ്ങുന്നത് 0 എന്നാണ്. ഇവിടെ ഈ കണ്ടീഷൻ ഇങ്ങനെ കൊടുക്കാനുള്ള കാരണം എന്താ? അതൊക്കെ ആ അരയുടെ സൈസുമായി ബന്ധപ്പെട്ടതാണ് ഇങ്ങനെ കണ്ടീഷൻ ഇങ്ങനെ കൊടുക്കാനുള്ള കാരണം. ആ ബേസിക് ഐഡിയ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. എന്നാൽ നമുക്കിനി ഏത് പ്രോഗ്രാം കോഡും വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. ഇനി നമുക്ക് ഓരോ പ്രോഗ്രാമും 1 by 1 ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം.